ചെയ്ത ഒരുത്തനെയും വെറുതെ വിടില്ല. അതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും പോകുക തന്നെ ചെയ്യും. പിണറായി പോലീസിനെ അങ്ങനെ വെറുതെ വിടാൻ യാതൊരു ഉദ്ദേശവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മാസ്ക് അടക്കം അഴിച്ചുമാറ്റിക്കൊണ്ട് ഷാഫി പറമ്പിൽ മാസ് എൻട്രി നടത്തുന്നത്. കോഴിക്കോട് പേരാമ്പ്രയിൽ വെച്ച് ഷാഫിക്ക് പോലീസിന്റെ ലാത്തിക്ക് അടികിട്ടി മൂക്ക് പൊട്ടിട്ട് 21ാമത് ദിവസമാണ്. അന്ന് മാത്രമാണ് ഷാഫിക്ക് തന്റെ മൂക്കിലെ മാസ്ക് ഒന്ന് അഴിച്ചു മാറ്റാനായത്. മുഖത്ത് യാതൊരു പാടുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് ചിലർ വരുന്നുണ്ട്. എന്നാൽ പറ്റിയ പരിക്കിന് ചെയ്ത ശസ്ത്രക്രിയക്ക് ഇൻഫെക്ഷൻ ഒന്നും വരരുതേ എന്ന് നോക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഷാഫി മുഖത്ത് മാസ്ക് ഇട്ട് നടന്നത്. എന്തായാലും ഇന്ന് ഉമ്മൻചാണ്ടിയുടെ ജന്മദിവസത്തിൽ തന്നെ ഷാഫി തന്റെ തിരിച്ചുവരവിന് വീണ്ടും ഗംഭീരമാക്കി മാറ്റുകയാണ്. പ്രിയങ്ക ഗാന്ധി അടക്കം കേരളത്തിലെത്തിയ സാഹചര്യത്തെ കോൺഗ്രസ് ഈ കേരള രാഷ്ട്രീയത്തെ കൊഴുപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. വലിയ വലിയ സമ്മാന കിറ്റുകൾ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് അടുക്കാറായ വേളയിൽ പ്രഖ്യാപിക്കുകയും നവംബർ 1 നാളെ തൊട്ട് എല്ലാം കൊടുത്തു തുടങ്ങുമെന്നൊക്കെ വിളിച്ചു പറയുന്നതിനിടയിലേക്കാണ് ഷാഫി എന്ന കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റും വടകരയുടെ എംപിയും കളം നിറയുന്നത്. എന്തായാലും ഷാഫിയുടെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഡോക്ടർ പറഞ്ഞിരുന്നത് ഒരാഴ്ചത്തെ റെസ്പിറേറ്റ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സ്റ്റിച്ച് വെട്ടി, ഉള്ളിൽ ആയിരുന്നു സ്റ്റിച്ച്, അത് വെട്ടി. പിന്നെ ഇപ്പം മാസ്ക് ഇടണം, ഇൻഫെക്ഷൻ വരാതെ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിയാവുന്ന ദിവസങ്ങളിലൊക്കെ, അടുപ്പിച്ച ദിവസങ്ങളിലൊക്കെ മാസ്ക് ഇട്ടിട്ട് തന്നെയായിരുന്നു ഇറങ്ങിയിരുന്നത്. പിന്നെ ഇതിപ്പം ഇങ്ങനെ ഒരു പരിപാടി ചാരിറ്റി പരിപാടിയല്ല, അവരുടെ ഫണ്ടാണ്, അവരുടെ അവകാശമാണ്. അപ്പം ഇതൊരു ആനുകൂല്യ വിതരണമല്ല, അവരുടെ അവകാശം അവരെ ഏൽപ്പിക്കലാണ്. കാരണം MP ഫണ്ടാണ്, ജനങ്ങളുടെ പൈസയാണ്. അത് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി കൂടെ വിനിയോഗിക്കേണ്ട പൈസയാണ്, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി കൂടെ വിനിയോഗിക്കപ്പെടേണ്ട പൈസയാണ്. തീർച്ചയായിട്ടും അപ്പോൾ സൗഹൃദ സ്പർശം എന്ന പേരിൽ വടകര പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി ഭിന്നശേഷി സൗഹൃദമാക്കാനുള്ള ഒരു വലിയ ശ്രമത്തിൻ്റെ തുടക്കം കൂടിയാണ്. പിന്നെ അതിന് പേർക്ക് ഇത് വിതരണം ചെയ്തു. ഇന്നിപ്പോൾ എല്ലാം കൂടെ ഏതാണ്ട് 22 ആളുകൾക്കാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. പിന്നെ 100ഓളം ആളുകളുടെ പിന്നെ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് പെൻഡിങ്ങിലായിരുന്നു. ഇപ്പം ജില്ല UDID കാർഡിൻ്റെ ഇപ്പം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് എന്നോട് വന്ന് പ്രസംഗിച്ചത് 1700ഓളം ആളുകളുടെ പെൻഡിങ്ങിലാണ്. അപ്പോൾ അവർക്കത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പലർക്കും അറിഞ്ഞുകൊണ്ട് പലർക്കും വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കപ്പെട്ടതുപോലെ അവർക്ക് അറിയില്ല. അപ്പോൾ ഇത് അത്തരം കാര്യങ്ങൾ, അതുപോലെ പൊതു ഇടങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കാനുള്ള ഒരു ക്യാമ്പയിൻ. അപ്പോൾ ഈ സൗഹൃദ സ്പർശം എന്ന പേരിൽ വടകര പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയെ ഭിന്നശേഷി സൗഹൃദമാക്കാനുള്ള ഒരു ക്യാമ്പയിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഇതിൻ്റെ അവയർനെസ് നമ്മൾ ആലോചിക്കുന്നുണ്ട്, ഇതിനെ സംബന്ധിച്ചുള്ളൊരു ഓഡിറ്റ് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പിന്നെ ഉപകരണ വിതരണങ്ങൾ അതിൻ്റെ തുടർച്ചയുണ്ടാവും, അടുത്ത വർഷങ്ങളിലും ഉണ്ടാവും. പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി നേരിടുന്നത് ഇപ്പോൾ ഇത്തരം വാഹനങ്ങൾ കിട്ടുന്ന ആളുകൾക്ക് പോലും അവരുടെ വീടുകളിലേക്ക് ഇത്തരം വാഹനങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന റോഡില്ല. അപ്പോൾ റോഡിൻ്റെ അപേക്ഷ തന്നെ ഭിന്നശേഷി ആളുകളുടെ വീടുകളിലേക്കുള്ള വഴി നേരാക്കണം എന്ന് പറഞ്ഞിട്ട് കിട്ടിയിരിക്കുന്ന അപേക്ഷ തന്നെ 100 കണക്കിനാണ്. അതിപ്പോൾ MP ഫണ്ട് ഒറ്റയ്ക്ക് നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അത്തരം കാര്യങ്ങൾക്ക് എല്ലാ വർഷവും പ്രയോറിറ്റി കൊടുത്ത് കുറച്ചാണെങ്കിലും പറ്റാവുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ഡോക്ടർ പറഞ്ഞിരുന്നത് ഒരാഴ്ചത്തെ റെസ്പിറേറ്റ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സ്റ്റിച്ച് വെട്ടി, ഉള്ളിൽ ആയിരുന്നു സ്റ്റിച്ച്, അത് വെട്ടി. പിന്നെ ഇപ്പം മാസ്ക് ഇടണം, ഇൻഫെക്ഷൻ വരാതെ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിയാവുന്ന ദിവസങ്ങളിലൊക്കെ, അടുപ്പിച്ച ദിവസങ്ങളിലൊക്കെ മാസ്ക് ഇട്ടിട്ട് തന്നെയായിരുന്നു ഇറങ്ങിയിരുന്നത്. പിന്നെ ഇതിപ്പം ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ ആയതുകൊണ്ട്